ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ തേർഡ് ഡേ ഇൻ മാൽദീവ്സിന്റെ വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോ 6 മണിയാണ്. സൺറൈസ് കാണാനൊക്കെ സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് എണീറ്റതാണ്. ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല. മഴ ചതിച്ച ആശാനെ, മഴ ചതിച്ചു. ഇന്നലെ രാത്രി തൊട്ട് ചെറിയ ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോഴേക്ക് നല്ല ക്ലൗഡി ആയിരുന്നു. പിന്നെ മഴ പെയ്ത് തുടങ്ങി. അങ്ങ് ദൂരെ തിരമാല കണ്ടോ? നമ്മുടെ നാട്ടിലെ ബീച്ചിൽ കാണുന്ന തിരമാല ഇവിടെ അത്രയും ദൂരത്താണ് വരിക. കോറൽ റീഫ് അവിടെയാണുള്ളത്. സോ അവിടെ വന്ന് തിരയടിക്കും. ആ റീഫിന് ശേഷമുള്ള ഭാഗം നല്ല ഡീപ്പ് സീ ആണ്. സൺറൈസ് കാണാൻ എണീറ്റ മോണിപ്പം മാനം നോക്കിയിരിക്കുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി മഴയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. ഇവിടുത്തെ മഴ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇന്ന് വെള്ളത്തിന് ഫ്ലോ കൂടുതലാണ്. വാട്ടർ ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് പോകാം. വെള്ളത്തിന്റെ കളർ തന്നെ വ്യത്യാസം ഉണ്ടെന്ന്. ഇതിപ്പോ 3ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഇവിടുത്തെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഫുൾ ക്ലൗഡി, പിന്നെ ചെറിയ മഴയൊക്കെ ആയി കാണാൻ ഒരു വെറൈറ്റി കിടലം ലുക്കാണ്. ആ കാണുന്നതാണ് കിഴക്ക് ഭാഗം. അവിടെ മൊത്തം ക്ലൗഡ്സ് ആണ്. പിന്നെ എന്ത് സൺറൈസ് കാണാനാണ്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. അപ്പൊ നമുക്കൊരു കുട്ടി വാക്കിന് പോയി തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് എനിക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. ഒരു വഴിക്ക് വന്നതല്ലേ, എന്നാ പിന്നെ ഒരു കുട്ടി ഫോട്ടോഷൂട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സംഭവം എങ്ങനെയുണ്ട്? വിശപ്പിന്റെ വിളി വന്നു. എന്നാ പിന്നെ ലാവിഷായ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു വരാം. നമ്മുടെ ഈ പരസ്യത്തിലൊക്കെ കാണാറുള്ള ആ 2 കീടങ്ങളില്ലേ, ദേ പോണു ആ 2 കീടങ്ങള്. അപ്പൊ നേരം വെളുത്തു. നേരം പരപരാന്ന് പലർന്ന് അങ്ങനെയാ പറയാറ്. അങ്ങനെയും പറയാം. മഴയൊക്കെ തോർന്നു. നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആണിപ്പോ. ഇന്നത്തോടു കൂടി ഇവിടുത്തെ ഞങ്ങളുടെ ട്രിപ്പ് തീരാണ്. നാളെ ഏർലി മോർണിംഗ് എയർപോർട്ടിൽ എത്തണം.
അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് പോണ വഴിയാണ്. പോണ വഴിക്ക് ബീച്ചിന്റെ മോർണിംഗ് വ്യൂ കാണാം. ഈ യാത്രയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നിൽക്കാൻ പറ്റുമോ എന്നാ തോന്നുന്നേ. ഞങ്ങൾ വരുമ്പോ ഒരു ഐലൻഡ് അല്ലേ, അവിടെ ഇപ്പൊ എന്താ അത്രയും നിൽക്കാനൊക്കെ, 2 ദിവസത്തേക്ക് കൂടി ആകുമ്പോ ബോറടിക്കില്ലേ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ വരുമ്പോ മെയിൻ അജണ്ട സ്കൂബ ഡൈവിംഗ് ആയിരുന്നു. മോൻ ഈ ഒരു ഒറ്റ ഉദ്ദേശം വെച്ചായിരുന്നു ഇവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഡൈവിംഗ് സെന്ററിൽ പോയി. പക്ഷെ 8 ഇയേഴ്സ് മുതൽ മാത്രമേ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. അവനിപ്പോ 7 ഇയേഴ്സ് ആണ്. അങ്ങനെ ആ പരിപാടി ക്യാൻസലായി. ആ സങ്കടം ഞങ്ങള് സ്നോർക്കലിംഗ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് നമ്മൾ ഇന്നലെ രാത്രി കണ്ട കോക്ടെയിൽ ബാറാണ് കേട്ടോ. ഇതിപ്പോ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിട്ടുണ്ട്. ആ കാണുന്നത് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്. റിസപ്ഷൻ ഏരിയ, റെസ്റ്റോറന്റ് ഇതൊക്കെ അടുത്തടുത്താണ് ഉള്ളത്. റെസ്റ്റോറന്റ് തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയയും ഉണ്ട്. അപ്പൊ നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാം. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ സെറിയൽ ഐറ്റംസ് ആണ്. ജ്യൂസസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ യോഗേർട്ട്, സാലഡ്സ്, എല്ലാ ഐറ്റംസും കാണാം. പിന്നെ ഇതൊക്കെ ഹെൽത്തി ഡയറ്റ് ഫുഡ്സ് ഒക്കെയാണ്. പിന്നെ മെയിൻ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുഡ്സ് ഉണ്ട്, പിന്നെ ഇവിടെ മാൽദീവിയൻ ട്രഡീഷണൽ ഐറ്റംസ്, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെയാണ് ഐറ്റംസ്. ഈ കാണുന്നതൊക്കെ ഞാൻ എടുത്ത ഐറ്റംസ് ആണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോയി. മോൻ പാർക്കിലെ ഓരോ സംഭവങ്ങളിൽ കയറിയും ഇറങ്ങിയൊക്കെ നോക്കുന്നുണ്ട്. രാവിലത്തെ മഴ കാരണം എല്ലാത്തിലും നല്ല വെള്ളമുണ്ട്. ആള് നല്ല ആവേശത്തിലാണ് കളിക്കാൻ വന്നതെങ്കിലും മൊത്തം വെറ്റായത് കാരണം ആൾക്ക് ആവേശമൊക്കെ പോയി. പിന്നെ ചുമ്മാ ഇത്തിരി കറങ്ങി നടന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ദേ പിടിച്ചോ കുറച്ച് ഫോട്ടോസ്. അതിനിടയിൽ ഞങ്ങള് സുവനീർ ഷോപ്പിലൊക്കെ ഒന്ന് കറങ്ങി ഐലൻഡിന്റെ ബാക്ക് സൈഡിൽ കൂടെ നടന്ന് റൂമിലെത്തി. പിന്നെ ബീച്ചിലൊക്കെ കുറച്ചു നേരം അർമാദിച്ചു. പിന്നെ റൂമിലെത്തി ഫ്രഷായി റെഡിയായി ഫൈനലി പാക്കപ്പ് എന്ന് അനൗൺസ് ചെയ്തു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക്. പെട്ടിയും പ്രമാണവുമായി നമ്മൾ തിരിച്ചു പോകാനുള്ള ബോട്ടിനെയും കാത്തു നിൽക്കുകയാണ്.
അധാരൻ രണാലി, അതാണല്ലോ നമ്മുടെ റിസോർട്ട്. അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. നെഗറ്റീവ് കമന്റ്സ് ആയി ഒന്നും തന്നെയില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ എണീക്കുന്നു, കുറച്ച് കറങ്ങി നടക്കുന്നു, ഫ്രഷ് ആകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു, പിന്നെ വന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ്, പിന്നെ വാളും പരിചയമൊക്കെ എടുത്ത് സ്നോർക്കലിങ്ങിന് ഇറങ്ങും. ഞങ്ങളുടെ വില്ലയുടെ അവിടെ തന്നെ ഇറങ്ങാം അതിനൊക്കെ, അല്ലെങ്കിൽ ബീച്ചിലും പോവാം. സ്നോർക്കലിംഗ് എന്ന് വെച്ചാൽ സ്വിമ്മിങ് അറിയണമെന്നൊന്നുമില്ല. അതിന്റെ ഇക്വിപ്മെന്റ്സ് ഫേസിലിട്ടിട്ട് വെള്ളത്തിലേക്ക് ഫേസ് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് പോവാം. അതിന് പൈപ്പ് പോലൊരു സാധനം പുറത്തേക്കുണ്ട്, അതുവഴി നമുക്ക് ബ്രീത്ത് ചെയ്യാം. വെള്ളത്തിന് അടിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഉച്ചവരെ ഇതൊക്കെ ചെയ്ത് നടക്കും. ഇടയ്ക്ക് വേണേൽ സ്നാക്സ്, ജ്യൂസസ് ഒക്കെ ആവാം. പിന്നെ ലഞ്ച് ടൈമായി, അതാണ് അടുത്ത ടാസ്ക്. പിന്നെ വീണ്ടും റെസ്റ്റായി. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും ഊട്ടിയിൽ നിന്ന് ഇറങ്ങും. വീണ്ടും സ്നാക്സ്, ചായ ഒക്കെ കഴിഞ്ഞ് ചുമ്മാ കറങ്ങി നടക്കും. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാതെ എങ്ങനെയാ കിടക്കുക? വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. അപ്പൊ ബോട്ട് വന്നു. ഇനി നമ്മൾ നേരെ എയർപോർട്ട് ഐലൻഡിലേക്കാണ്. ഇന്ന് ഞങ്ങളുടെ സ്റ്റേ അവിടെയാണ്. ബിക്കോസ് നാളെ രാവിലെ 8 o'clock ഫ്ലൈറ്റ്. ബോട്ട് നല്ല സ്പീഡിലാണ് പോണത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ഇടയ്ക്കൊന്ന് ഏതോ പാറയ്ക്ക് ഇടിച്ചതുപോലെ ബോട്ട് കുലുങ്ങി. അത് ഹെവി വേവ്സ് വന്നപ്പോൾ ഉണ്ടായ പ്രകമ്പനമാണെന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അൾട്ടിമേറ്റ്ലി മാൽദീവ്സിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് ഈ കാണുന്ന കുട്ടി കുട്ടി ഐലൻഡ്സും അതിന് ചുറ്റുമുള്ള ഓഷനും ഒക്കെ തരുന്ന ഈ ഒരു ആംബിയൻസ് തന്നെയാണ്. വണ്ടികളുടെ ഒരു ശബ്ദമോ റോഡ്സോ ഒന്നും തന്നെയില്ല. കുറച്ച് വില്ലാസും റൂംസും വെള്ളത്തിന്റെ ശബ്ദവും പിന്നെ കുറെ മനുഷ്യരും മ്യൂസിക്സും. ഇത് തന്നെയാണ് മാൽദീവ്സിനെ യുണീക്ക് ആക്കുന്നത്. ഞങ്ങൾ എയർപോർട്ട് ഐലൻഡിൽ എത്തി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഒരു വണ്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നേരെ നെക്സ്റ്റ് റൂമിലേക്ക്. എയർപോർട്ടിന്റെ സൈഡിൽ കൂടിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മളുള്ളത് എയർപോർട്ട് ഐലൻഡിലാണ്.
ഇതും ക്യാപിറ്റൽ ഐലൻഡായ മാലെ പോലെ തന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ നിൽക്കുന്ന ഒരു നോർമൽ സിറ്റിയാണിത്. വീഡിയോയില് ബോട്ടിലൂടെ പോകുമ്പോൾ കണ്ട ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് മാലെ സിറ്റിയെ എയർപോർട്ട് ഐലൻഡുമായി കണക്ട് ചെയ്യിക്കുന്ന ബ്രിഡ്ജാണ്. ഇവിടേക്ക് ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് കാണാം. സിറ്റി ഏരിയ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ആൾക്കാർ കൂടുതലും നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളിലാണ്. വീടുകളൊന്നും അങ്ങനെ കാണാനേ ഉണ്ടായിരുന്നില്ല. റിസോർട്ടിൽ നിന്ന് ഇറങ്ങണവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് നോർമൽ ഒരു ടൂർ പോയാൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ആ നാടിന്റെ തനതായ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പൊ നമ്മള് ഹോട്ടലിലെത്തി. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. സമയം വൈകുന്നേരമായി. ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇത് ഞങ്ങൾ നിൽക്കുന്ന റൂമിന്റെ ഫ്രണ്ടിലുള്ള ബീച്ചാണ്. ഇത് സാറ്റർഡേ ഈവനിങ് ആണ്. വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ബീച്ചിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഈ ഐലൻഡിൽ അങ്ങനെ ഒരുപാടൊന്നും ടൂറിസ്റ്റുകളെ കാണാൻ കഴിയില്ല. ഇവിടെ കൂടുതലും ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു ബീച്ചാണിത്. ആൾക്കാർക്ക് ഇരുന്ന് കത്തിവെക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായി പാർക്ക്, വാട്ടർ ആക്ടിവിറ്റീസിനും കടലിൽ തന്നെ ഒരു പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് സ്കൂട്ടിയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സ്കൂട്ടിയിൽ ആൾക്കാർ പോണതും പാർക്ക് ചെയ്തിരിക്കുന്നതും ഒക്കെ കാണാം. ദേ ആ കാണുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. പിന്നെ ദേ മുയൽക്കുഞ്ഞുങ്ങളും ഈ പക്ഷിക്കൂടുകളൊക്കെ ആൾക്കാരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
എന്താ എന്താ ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഞങ്ങൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. പിന്നെ സ്ഥലങ്ങളൊക്കെ നല്ല നീറ്റാണ്, വഴിയിലൊന്നും വേസ്റ്റ് ഒന്നും കാണാനില്ല. ഞങ്ങൾ സിറ്റി ഭാഗത്തേക്ക് നടന്നു നോക്കി. നമ്മുടെ നാടൊക്കെ പോലെ തന്നെയാണ്, ആൾക്കാരുടെ തിരക്ക് അത്ര കാണാനൊന്നുമില്ല. അവിടെ ഒരു ഷോപ്പ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ മോന് ഐസ്ക്രീം കഴിക്കാനുള്ള കൊതിയും വന്നു. പിന്നെ ഇവിടെ ഷോപ്സിലൊക്കെയുള്ള ബേക്കറി ഐറ്റംസ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള കോമൺ ഐറ്റംസ് തന്നെയായിരുന്നു. ഇവിടുത്തേതായ ഒരു വെറൈറ്റി ഐറ്റംസ് ഒന്നും തന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ. പിന്നെ വിശപ്പിന്റെ വിളി വന്നപ്പോ ഡിന്നറിനായി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ചെടിച്ചട്ടികളെ വെച്ച് ചുമര് ഡെക്കറേറ്റ് ചെയ്തൊരു റെസ്റ്റോറൻറ്റ്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ കാണുന്നത് ജാപ്പനീസ് കുഹു കുഹുവും പിന്നെ കേരള പറാത്ത വിത്ത് ബീഫ് കറി സെറ്റൊക്കെയാണ് നമ്മൾ കഴിച്ചത്. ഫുഡൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. നിങ്ങൾ ആ കാഴ്ച കണ്ടോ? ആ ഗാർബേജ് ബോക്സ് തള്ളി പോകുന്നത് 2 സ്ത്രീകളാണ്. ഇന്ന് ഈവനിങ് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ എനിക്ക് പ്രൗഡ് ആൻഡ് സർപ്രൈസിംഗ് ആയി തോന്നിയ കാര്യം, ഇവിടുത്തെ ഗേൾസ് ഒരുപാട് സെൽഫ് സഫിഷ്യന്റ് ആണ്. ഡേ ടൈമിലായാലും നൈറ്റിലായാലും സ്കൂട്ടി എടുത്തും അല്ലാതെയും കാണും. ഇത് കണ്ട് ഞാൻ വളരെയധികം ഇംപ്രസ്ഡ് ആയി. ജോബിന് പോയി വരുന്ന ഗേൾസ് അല്ലാതെ ഗ്രൂപ്പായി ബീച്ചിലൊക്കെ സൊറ പറഞ്ഞിരിക്കുന്ന, രാത്രിയിലും ബോയ്സിനെ പോലെ കറങ്ങി നടക്കുന്ന ഗേൾസിനെ ഇവിടെ നമുക്ക് കാണാം. മാൽദീവ്സ് പോലൊരു സ്ഥലത്ത് ലോക്കൽ ലൈഫിൽ ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാഴ്ചയായിരുന്നു. കേരളം ഇതിലൊക്കെ ഇനിയും ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതായിരിക്കുന്നു. രാവിലെ 5 o'clock ആണ് ഇപ്പോൾ സമയം. ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടെയൊക്കെ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ഗോവയുമായി ഒരു സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അത്ര ക്രൗഡഡ് അല്ല. ഇവിടെ വളരെ കാം ആൻഡ് ക്വയറ്റ് എന്നൊക്കെ വേണേ നമുക്ക് പറയാം. നമ്മൾ ഓൾമോസ്റ്റ് എയർപോർട്ട് എത്താറായിരിക്കുന്നു. എയർപോർട്ട് എത്തി.
ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ചെക്കിനും എമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഗേറ്റിലേക്ക് നടക്കാണ്. ഇതാണ് ഞങ്ങളുടെ വെയിറ്റിംഗ് ഏരിയ. ഇവിടെ എത്തിയപ്പോഴേക്കും മോന് വിശപ്പിന്റെ വിളി വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. സ്റ്റിൽ ഞങ്ങൾ ഒരു സ്നാക്സ് ഒക്കെ ആ മോന് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ചുമ്മാ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം നോക്കി അങ്ങ് ഇരുന്നു. ഒരുപാട് സ്റ്റാഫ്സോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുട്ടി എയർപോർട്ടാണ്. സ്റ്റാഫ്സൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈമായി. ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. വിസ് എയർലൈൻ ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. നടന്നുകൊണ്ടാണ് കേട്ടോ ഫ്ലൈറ്റ് കയറാൻ പോയത്. വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫിന് മുന്നേ തന്നെ നല്ല ഉറക്കായി. ഞങ്ങളുടെ മാൽദീവ്സ് ട്രിപ്പ് ഇവിടെ തീർന്നിരിക്കുന്നു. ഇത് കൂടാതെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോസും ഉണ്ട്. എല്ലാവരും കാണണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.